ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂറും സംയുക്തമായി മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് ശുഭനാദം എന്ന പേരിൽ ഈ സൂം മാധ്യമത്തിലൂടെ നടക്കുന്നത്. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടിയായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. യാതൊരുവിധമായ സാങ്കേതിക പ്രയാസങ്ങളും കൂടാതെ ആദ്യോടന്തം ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നതിനു വേണ്ടിയും ഇതിൽ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിനായും ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തടസ്സം കൂടാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുവാനും ഇടയായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അദ്ദേഹം തന്നെയാണ് ദൈവവചനം സംസാരിക്കുന്നതും. ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഡാളസിലായിരിക്കുന്ന ജോർജ് പി തോമസ് അങ്കിൾ പ്രാർത്ഥിച്ചു നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തേക്ക് സ്തോത്രം. പാപികളായിരുന്ന മനുഷ്യവർഗത്തെ തേടി വന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം. എരിയുന്ന തീപ്പുകയിലേക്ക് നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും ഞങ്ങളുടെ പാപപരിഹാരം കാൽവറി ക്രൂശിൽ ആ ശാപ മരണം വഹിച്ച് നിവർത്തിച്ച് അവിടുത്തേക്ക് കൊള്ളാവുന്നവരാക്കി തീർക്കുവാനും വേണ്ടി ഞങ്ങളുടെ പാപഭാരത്തെ അവിടുന്ന് ചുമന്നൊഴിച്ചു. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഇന്ന് അവിടുത്തെ സ്വന്തമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. അവിടുത്തെ കർത്താവെ നാമം പോലും എടുക്കുവാൻ അയോഗ്യരായിരുന്ന ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം, അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വസിപ്പാൻ തക്കവണ്ണം ഇത്ര വലിയ രക്ഷയുടെ അവകാശികളാക്കി ഞങ്ങളെ തീർത്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഇന്നും സ്വർഗത്തിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് തള്ളിക്കളയാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന പോറ്റിപ്പുലർത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ ശുഭദിന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നിലയിലും അവിടുത്തെ നാമം മാത്രം ഉയർത്തപ്പെടണം. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തോടെ ഞങ്ങൾ പൂർണ്ണമായി അവിടുത്തെയോട് കടപ്പെട്ടിരിക്കുകയാണല്ലോ. അവിടുത്തേക്ക് പ്രസാദകരമായ നിലയിൽ എല്ലാ കാര്യങ്ങളും ചന്തമായും ഉചിതമായും അവിടുന്ന് ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ കർത്താവെ ഏക മനസ്സോടുകൂടി അവിടുത്തേക്ക് പ്രസാദമായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പാടുവാനായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഫിലിപ്പ് കെ ആൻഡ്രൂസിനെയും സജീവ് മധ്യുവിനെ ഓർത്ത് സ്തോത്രം, ജോൺസ് തമ്പാനെയും ജിജു കുര്യനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, റോയി ഫിലിപ്പിനെയും സിസ്റ്റർ അനിലയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ദോഹയിലുള്ള പ്രമോദിനെയും കർത്താവെ, അതുപോലെ പെർത്തിലുള്ള ജെയ്സനെയും, അതുപോലെ എബിൻസ് രാജുവിനെയും, അലൻ തോമസിനെയും, ലിൻഡ തോമസിനെയും, അതുപോലെ റൂബിൽ ജോബി എല്ലാവരെയും പേരുപേരായി ഓർത്ത് അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ കൂടി വന്നതുകൊണ്ട് കർത്താവെ അത് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും വിശേഷാൽ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ അറിയാത്ത ആരെങ്കിലും കടന്നു വന്ന് കർത്താവിന്റെ ആ ദിവ്യ സ്നേഹത്തിന് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ ദിവ്യ സ്നേഹം, ആ ദിവ്യ സ്വഭാവത്തോടെ ഞങ്ങൾ കൂടുതൽ കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ നാമം എല്ലാം കൊണ്ട് മഹത്വപ്പെടുത്തണമേ. കർത്താവെ, പോരായ്മകളും കുറവുകളും ബലഹീനതയുമുള്ള ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് എല്ലാം തിരുനാമ മഹത്വത്തിനാക്കി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തെയോട് അപേക്ഷിക്കണം. വിശേഷാൽ അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേക കെ എം ജോൺ ഇവാഞ്ചലിസ്റ്റിനെയും അതുപോലെ സോമൻ ബ്രദറിനെയും ഓരോരുത്തരെയും ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ നാമം ഉയർത്തപ്പെടണം. എല്ലാം ചന്തമായും ഉചിതമായും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെളിയർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയും വിനയമായി ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രാവശ്യവും പറയുന്നതാണെങ്കിലും പുതുതായി ജോയിൻ ചെയ്യുന്നവരുടെ അറിവിലേക്ക്
ഈ ശുശ്രൂഷകളെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയ ജോൺ ചെറിയാൻ അങ്കിളാണ്. കഴിഞ്ഞ നാളുകളിൽ വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ ഈ സൂം മാധ്യമത്തിലൂടെ ചെയ്യുവാനായിട്ട് ദൈവം അടിയങ്ങൾക്ക് കൃപ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ജോൺ ചെറിയാനും അങ്കിളിനെയും കുടുംബത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒരു ടീം പ്രവർത്തനമാണ്. ഏതാനും സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് സ്ഥലം സഭാ രൂപീകരണം ലക്ഷ്യമാക്കി ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്തും ദൈവജനം പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാസത്തിന്റെ എല്ലാ അവസാന ശനിയാഴ്ചകളിലും ഈ നിലയിലുള്ള സംഗീത ശുശ്രൂഷകൾ കഴിഞ്ഞ അനേക വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായിരിക്കുന്ന ഗാനരചയിതാക്കളുടെ അനുഗ്രഹീത ഗാനങ്ങളും അനുഗ്രഹീത ദൈവദാസന്മാരുടെ ദൈവവചന സന്ദേശങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് കൃപ നൽകി. കർത്താവിന് വിധിച്ചാൽ വരും ദിവസങ്ങളിലും ആ ശുശ്രൂഷ തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. നമ്മുടെ ഇടയിൽ അനുഗ്രഹീതരായിരിക്കുന്ന ഗായകർ ഉണ്ട്, അത് നമുക്കറിയാം. അവരുടെ മാധുര്യമേറിയ ശബ്ദത്തിലൂടെ ഈ ലോക സൃഷ്ടിതാവായിരിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീത ഗാനങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്കും വലിയ പ്രത്യാശയും സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ നിലയിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ശുഭനാദം എന്ന പേരിൽ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടിയാകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർ ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ്, ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ജോൺ സ്തംബാൻ ന്യൂജേഴ്സി, ബ്രദർ ജിജു കുര്യൻ UK, ബ്രദർ റോയ് ഫിലിപ്പ് ആൻഡ് സിസ്റ്റർ അനിത റോയ് ന്യൂയോർക്ക്, ബ്രദർ പ്രമോദ് എസ് ജോൺ ദോഹ, ബ്രദർ ജോയ്സൺ ജോൺ പെർത്ത്, ബ്രദർ എബിൻസ് രാജ് പെർത്ത്, ബ്രദർ ആലൻ തോമസ് ജെയിംസ് കോട്ടയം, സിസ്റ്റർ ലിൻഡ തോമസ് മെൽബൺ, സിസ്റ്റർ റൂബിൾ ജോബി ചെന്നൈ എന്നീ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹീത ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്കിടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുകയാണ്. മാത്രമല്ല, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതും ഒരു ഷോർട്ട് മെസ്സേജ് നൽകുന്നതും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ അനേക വർഷങ്ങളായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ KM ജോൺ അവർകളാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവാണ് അദ്ദേഹം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് വളരെയധികം തൻ്റെ ശുശ്രൂഷ രംഗത്ത് എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. ഒരു വേദ അധ്യാപകനായും അതുപോലെ തന്നെ സുവിശേഷകൻ, ഗ്രന്ഥ രചയിതാവ്, ഗാനരചയിതാവ് തുടങ്ങിയ നിലകളിൽ കർത്താവിന്റെ മഹത്വകരമായിരിക്കുന്ന വേലയിൽ തുടരുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓസ്ട്രേലിയയിൽ നിന്ന് പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ, കണ്ണൂരിൽ നിന്ന് ശാലോം മിനിസ്ട്രീസും
ചേർന്നൊരുക്കുന്ന ശുഭനാദം എന്ന ഈ പരിപാടി, സംഗീത പരിപാടിയിൽ എനിക്കും ഭാഗവാക്കായി തീരുവാൻ ഒരവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ വൈകുന്നേര സമയത്ത് കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. ആ മനോഹരമായ ഗാനങ്ങൾ കേൾപ്പിക്കുവാൻ കർത്താവിൻ്റെ ദാസിദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാരംഭമായി മെൽബണിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ സജീവ് മാത്യു ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ ആരാമത്തിലെ സുഗന്ധപുഷ്പമായ ഞാൻ വാടിക്കൊഴിയും വരെ എൻ്റെ ജീവിത തന്ത്രി തകരുന്നതുവരെ അവിടുത്തെ മഹത്വം മാത്രം മീട്ടുവാനാക്കിയിരിക്കുന്ന വീണയായ ഞാൻ എൻ്റെ പ്രാണേശന്റെ, എൻ്റെ ജീവനാഥന്റെ പാദപത്മം ചുംബിക്കുന്നു എന്ന മനോഹരമായ ഗാനം ആലപിക്കുവാൻ മെൽബണിൽ നിന്നും പ്രിയ സഹോദരൻ സജീവ് മാത്യുവിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. പ്രാണേശ്വര എൻ ജീവനാഥ. ജീവനാഥ പ്രാണനെ തന്നവനേ, പദപൽപ്പം ചുംബിക്കുന്നു അടിയൻ, പദപൽപ്പം ചുംബിക്കുന്നു. പ്രാണേശ്വര എൻ ജീവനാഥ പ്രാണനെ തന്നവനേ, പദപൽപ്പം ചുംബിക്കുന്നു അടിയൻ, പദപൽപ്പം ചുംബിക്കുന്നു. എന്നെ നിന്നാരാമത്തിൻ സുഗന്ധ പുഷ്പമായി വിരിയാൻ തിരഞ്ഞെടുത്തു നീ, എന്നെ വിരിയാൻ തിരഞ്ഞെടുത്തു. എന്നെ നിന്നാരാമത്തിൻ സുഗന്ധ പുഷ്പമായി വിരിയാൻ തിരഞ്ഞെടുത്തു നീ, എന്നെ വിരിയാൻ തിരഞ്ഞെടുത്തു. നിൻ സ്നേഹ സൗരഭ്യം എങ്ങും തൂകും ഞാൻ, മണ്ണിൽ വാടി കൊഴിയും വരെ. നിൻ സ്നേഹ സൗരഭ്യം എങ്ങും തൂകും ഞാൻ, മണ്ണിൽ വാടി കൊഴിയും വരെ, കൊഴിയും വരെ. പ്രാണേശ്വര എൻ ജീവനാഥ പ്രാണനെ തന്നവനേ, പദപൽപ്പം ചുംബിക്കുന്നു അടിയൻ, പദപൽപ്പം ചുംബിക്കുന്നു. നിൻ സ്തുതി കീർത്തനങ്ങൾ എന്നും മീട്ടുവാൻ വീണയായി തിരഞ്ഞെടുത്തു നീ, എന്നെ വീണയായി തിരഞ്ഞെടുത്തു. നിൻ സ്തുതി കീർത്തനങ്ങൾ എന്നും മീട്ടുവാൻ വീണയായി തിരഞ്ഞെടുത്തു നീ, എന്നെ വീണയായി തിരഞ്ഞെടുത്തു.
നിൻ മഹത്വം മാത്രം എന്നും മീട്ടിടും എൻ ജീവതന്ത്രി തകരും വരെ. നിൻ മഹത്വം മാത്രം എന്നും മീട്ടിടും എൻ ജീവതന്ത്രി തകരും വരെ, തകരും വരെ. പ്രാണേശ്വര എൻ ജീവനാഥ, പ്രാണനെ തന്നവനേ, പദപൽപ്പം ചുംബിക്കുന്നു അടിയൻ, പദപൽപ്പം ചുംബിക്കുന്നു. പ്രാണേശ്വര എൻ ജീവനാഥ, പ്രാണനെ തന്നവനേ, പദപൽപ്പം ചുംബിക്കുന്നു അടിയൻ, പദപൽപ്പം ചുംബിക്കുന്നു. കർത്താവിന് മഹത്വം. ആ നല്ല കർത്താവിൻ്റെ പാദം ചുംബിച്ച് അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കാം. വളരെ മനോഹരമായി ഗാനം ആലപിച്ച പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും ധാരാളമായ കൃപകൾ പ്രാപിച്ച് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ സർവശക്തൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉന്നതൻ, അത്യുന്നതൻ, മാറ്റമില്ലാത്തവൻ, അതിശയം പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം, അങ്ങേ മാത്രം മതി എനിക്ക്. നന്മയ്ക്കായി മാത്രം കരുതുന്ന, തിന്മയ്ക്ക് ഉള്ളതൊന്നും എനിക്ക് നൽകാത്ത അത്യുന്നതനായ ദൈവമല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എന്നെ കരുതി നടത്തുന്ന കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്ന മനോഹരമായ ഗാനം മെൽബണിൽ നിന്ന് തന്നെ പ്രിയ സഹോദരി ലിൻഡോ തോമസ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ആദരപൂർവം ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരിയെ ക്ഷണിച്ചു കൊള്ളുന്നു. ती
കർത്താവിന് മഹത്വം. ആയിരം നാവുകളാൽ വർണ്ണിക്കുവാൻ കഴിയാത്ത വിധം അവൻ നമ്മെ കരുതുകയും നമ്മെ അത്ഭുതകരമായ വഴിയിലൂടെ നടത്തുകയും ചെയ്തു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ ഗാനം, നമ്മെ ചിന്തിപ്പിക്കുവാൻ മതിയായ ഗാനം വളരെ മനോഹരമായി പാടുവാൻ കർത്താവ് പ്രിയ സഹോദരിക്ക് കൃപ നൽകി. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായി വരുന്ന ദിവസങ്ങളിലും സഹായിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് സഭകൾക്ക് സന്ദേശം അയക്കുമ്പോൾ എഫെസോസിലെ സഭയ്ക്ക് പറയുന്ന കാര്യങ്ങളിൽ 8 പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ അവരുടെ നന്മയെക്കുറിച്ചും അവരുടെ നല്ല പ്രവൃത്തിയെക്കുറിച്ചുമാണ്. എന്നാൽ ഒരു കാര്യം മാത്രം കർത്താവ് അവരെ കുറ്റപ്പെടുത്തുകയാണ്. അത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവാണ്. ഇക്കാലത്തും വിശ്വാസികളായ നമ്മൾ ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിട്ടില്ലേ എന്ന് നാം ചിന്തിക്കണം. സഭ ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗാനമാണ് ഇനി നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ വാക്കുകൾ അവനെ വേദനിപ്പിക്കുകയോ കാലുകൾ അവനിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും ആ വിട്ടുകളഞ്ഞ സ്നേഹത്തിലേക്ക് യഥാസ്ഥാനപ്പെടുവാനും ഇടയാകണം. അതിനായി നാം മടങ്ങി വരണം എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. നമുക്കായി ഡാളസിൽ നിന്നും പ്രിയ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ്
ആ ഗാനം ആലപിക്കുന്നു. പ്രിയ സഹോദരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മടങ്ങി വരുമോ മടങ്ങി വരുമോ തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ, തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ. മടങ്ങി വരുമോ മടങ്ങി വരുമോ തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ, തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ. നിൻ വാക്കുകളവനെ നോവിപ്പിച്ചെങ്കിൽ, നിൻ കാലുകളവനിൽ നന്യപ്പെട്ടെങ്കിൽ, നിൻ വാക്കുകളവനെ നോവിപ്പിച്ചെങ്കിൽ, നിൻ കാലുകളവനിൽ അന്യപ്പെട്ടെങ്കിൽ, മടങ്ങി വരുമോ മടങ്ങി വരുമോ തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ, തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ. നിൻ മനസ്സമവനിൽ നിന്നകന്നെങ്കിൽ, നിൻ ജീവിതമവന് വേദനയെങ്കിൽ, നിൻ മനസ്സമവനിൽ നിന്നകന്നെങ്കിൽ, നിൻ ജീവിതമവന് വേദനയെങ്കിൽ, മടങ്ങി വരുമോ മടങ്ങി വരുമോ തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ, തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ. മടങ്ങി വരുമോ മടങ്ങി വരുമോ തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ, തിരുസഭയെ ആദ്യ സ്നേഹത്തിൽ. മടങ്ങി വരുമോ മടങ്ങി വരുമോ. അതെ, തീർച്ചയായും മടങ്ങി വരണം. ഇന്ന് നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയില്ലേ? ആദ്യ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? നമ്മുടെ ജീവിതം അവനെ വേദനിപ്പിക്കുന്നില്ലേ? നാം അവനിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. നാം മടങ്ങി വന്നേ മതിയാകൂ. ദൈവാത്മാവ് നമ്മെ വിളിക്കുകയാണ്.
നമുക്ക് മടങ്ങി വരുവാൻ ദൈവം സഹായിക്കട്ടെ. ആ വലിയ ആഹ്വാനം നൽകി നമ്മളെ കേൾപ്പിച്ച മനോഹരമായ ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന നാളുകളിലും ധാരാളമായ ദൈവകൃപ പ്രാപിച്ച് കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി പാടുവാൻ, മറ്റെല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അഥവാ ദൈവവചനം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രസ്താവനയോടുകൂടിയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകാശവും ഭൂമിയും കരവേലയായി സൃഷ്ടിച്ചത് ദൈവപുത്രനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കർത്താവിന് മാനവും മഹത്വവും അർപ്പിച്ച് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, നിസ്തുലനായ യേശു കർത്താവിനെ ഞാൻ കീർത്തിക്കുന്നു എന്ന മനോഹരമായ ഒരു ഗാനം പെർത്തിൽ നിന്ന് സഹോദരന്മാരായ ജോയ്സൺ ജോണും എവിൻസ് രാജും കൂടെ ചേർന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരന്മാരെ ആദരപൂർവ്വം ഗാനം ആലപിക്കുവാനായി ക്ഷണിക്കുന്നു. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം,
യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല, കീർത്തിക്കും ഞാൻ എന്നേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല, മഹിമയും പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കർത്താവിന് സ്തോത്രം. നമ്മുടെ ശൈലവും സങ്കേതവും കോട്ടയുമായ നമ്മുടെ നിസ്തുലനായ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, കീർത്തനം ചെയ്യുവാൻ ഉള്ള മനോഹരമായിരിക്കുന്ന സന്ദർഭം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പമായ നെറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും വളരെ മനോഹരമായി നമുക്ക് നമ്മുടെ കർത്താവിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കത്തക്ക നിലയിൽ ആഹ്വാനം ചെയ്യുന്ന മനോഹരമായ ഗാനം പ്രിയ സഹോദരന്മാർക്ക് ആലപിക്കുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരന്മാരോടുള്ള നന്ദി ഹൃദയംഗമായി അറിയിക്കുന്നു. ദൈവം വരുന്ന ദിവസങ്ങളിലും പ്രിയ സഹോദരന്മാരെ എടുത്തുപയോഗിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണാനിധിയായ പരമപിതാവിൻ്റെ ഇഷ്ടമെല്ലാം ഈ പാരിൽ നിവർത്തിച്ച് ഉന്നതത്തിലെ സ്വർഗീയ സിയോനിൽ എത്തി കണ്ണുനീരെല്ലാം മാറി കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ കർത്തൃകാഹളം കേൾക്കുവാനായി കാത്തിരിക്കുന്നു എന്ന പ്രത്യാശ നിർഭരമായ ഒരു ഗാനം നമ്മുടെ പ്രിയ സഹോദരൻ ജിജു കുര്യൻ UK-യിൽ നിന്ന് നമുക്കായി പാടുന്നു. പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കുവാനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കരുണാനിധിയെ കാൽവറി അൻപേ.
കരുണാനിധിയെ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. കരുണാനിധിയെ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. കൃപയേകേണം കൃപാനിധിയെ, 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 കൃപയേകേണം കൃപാനിധിയെ, കൃപാനിധിയെ, കൃപാനിധിയെ. മുൻപേ പോയ നിൻ പിൻപേഗമീപ്പാൻ നീ മാത്രമാണെനിക്കാനന്ദം, നീ മാത്രമാണെനിക്കാനന്ദം. കരുണാനിധിയെ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം. താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം. മാറായെലീമിൽ പാറയിൻ വെള്ളം മാറാത്തോനേകും മാധുര്യമന്ന, മാറായെലീമിൽ പാറയിൻ വെള്ളം മാറാത്തനേകം മാധുര്യമന്ന. പാറയാം യാഹൻ രാപ്പകൽ ധ്യാനം, യോർദാന്റെ തീരമൻ ആശ്വാസം, യോർദാന്റെ തീരമൻ ആശ്വാസം. കരുണാനിധിയെ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാനിൽ. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാനിൽ. ഭക്തർ ശ്രവിക്കും കർത്തൃകാഹളം, വ്യക്തമായി കാണുമൻ
രക്ഷകനേ വ്യക്തമായി കാണുമൻ രക്ഷകനേ കരുണാനിധിയെ കാൽവറിയൻപേ നീ മാത്രമാണെനിക്കാധാരം നീ മാത്രമാണെനിക്കാധാരം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഈ മണ്ണിൽ ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റി ഉന്നതത്തിൽ നാം പോകുവാൻ ആ കർത്തൃക കാഹളം ധ്വനിക്കാറായി നാം ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ നമുക്ക് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മെ സംബോധന ചെയ്ത് നാം ഈ ഭൂമിയിൽ അവന്റെ ഹിതം നിറവേറ്റിയതിനുള്ള പ്രതിഫലം പ്രാപിക്കാൻ പോവുകയാണ്. ആ വലിയ കാഴ്ചപ്പാടോടുകൂടെ, ആവശ്യബോധത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ഈ ഗാനം അതിന് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ മനോഹരമായി ആ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരനെ കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും ധാരാളമായി ദൈവകൃപ നൽകി കർത്താവ് പ്രിയ സഹോദരനെ സഹായിക്കുമാറാകട്ടെ. ഒരിക്കലും മാറിപ്പോകാത്ത കരുണാമയനായ നമ്മുടെ കർത്താവ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കഷ്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് ആശ്രയിക്കാവുന്ന നമ്മുടെ സങ്കേതവും സഹായകനുമായ നമ്മുടെ കർത്താവ്. അവനെക്കുറിച്ച് നമ്മുടെ സഹോദരൻ അലൻ തോമസ് ജെയിംസ് കോട്ടയത്ത് നിന്ന് പാടുന്നു. പ്രിയ സഹോദരനെ ആദരപൂർവം ഗാനം ആലപിക്കുവാനായി ക്ഷണിക്കുന്നു. എൻ യേശുവേ എൻ സങ്കേതം നീ എന്ന ഗാനം പ്രിയ സഹോദരൻ ആലപിക്കുന്നു. സംഗീതം നീ മാത്രമാണൻ സഹായം. കഷ്ടങ്ങളിൽ ആശ്വാസമായി നിന്മാർവതാണെന്ന ഭയം. നീ എത്ര കരുണാമയൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, എന്നാളും കൂടെയുള്ളവൻ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. വിളിച്ചു എന്നെ തേജസ്സാൽ നന്നേ നിറച്ചു. നീ എത്ര കരുണാമയൻ, ഒരു നാളും മാറാത്തവൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ,
എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. മാനവും മഹത്വവുമേ, സർവസ്വവും നിനക്കേ. നിന്നിഷ്ടം നിറവേറട്ടെ, നിൻ രാജ്യം വന്നിടട്ടെ. മാനവും മഹത്വവുമേ, സർവസ്വവും നിനക്കേ. നിന്നിഷ്ടം നിറവേറട്ടെ, നിൻ രാജ്യം വന്നിടട്ടെ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. നീ എത്ര കരുണാമയൻ, ഒരു നാളും മാറാത്തവൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, എന്നാളും കൂടെയുള്ളവൻ. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. കൈകൾ ഉയർത്തി ഞാൻ പാടുമേ, നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. നിന്റെ നാമം ശ്രേഷ്ഠമേ എന്നും. സഹോദരൻ നന്നായി പാടി, പക്ഷേ പ്രാരംഭത്തിൽ ശബ്ദം ഉണ്ടായിരുന്നില്ല, പിന്നീട് ശബ്ദം ഉണ്ടായെങ്കിലും പാട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും കഷ്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ നല്ല കർത്താവിനെ കുറിച്ചാണ് സഹോദരൻ പാടിയത്. പ്രിയ സഹോദരനെ കർത്താവ് സഹായിക്കട്ടെ. വരും ദിവസങ്ങൾ മനോഹരമായ നിലയിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ കർത്താവ് പ്രിയപ്പെട്ടവനെ സഹായിക്കട്ടെ. നമ്മുടെ കഷ്ടതയിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്ന ഗാനമാണ്. ആ ഗാനത്തിന്റെ പല്ലവി നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്കുണ്ടാകുന്ന കഷ്ടതകളെ കുറിച്ച് നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാം ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അനേക കഷ്ടങ്ങളിലൂടെ ദൈവജനം കടന്നു പോകണം എന്നുള്ളത് ദൈവേഷ്ടമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. നാം എങ്ങനെ ഇതിനെ കാണണം എന്നുള്ളത് നാം വളരെ വ്യക്തമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണണമെന്നാണ് പൗലോസ് വീണ്ടും പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ, അഥവാ നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും ശാരീരിക വൈഷമ്യങ്ങൾക്കും ഒക്കെ പ്രതിഫലമായി
പകരമായി നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം വലിയ തേജസ് പ്രാപിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് കഴിയണമെന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. വീണ്ടും താൻ പറയുന്നു, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നമുക്ക് എന്തോ ഒരു വലിയ പ്രത്യാശയായിരുന്നു അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നത്. അപ്പോസ്തലന് വലിയ കഷ്ടതയുണ്ടായിരുന്നു, വലിയ പ്രയാസമുണ്ടായിരുന്നു. തൻ്റെ രോഗം മാറി കിട്ടുവാനായിട്ട് താൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതിന് ഉത്തരം ലഭിച്ചില്ല. എൻ്റെ കൃപ നിനക്ക് മതി എന്ന ഉത്തരമാണ് ലഭിച്ചത്. അത് മതി, ആ കൃപയുണ്ടായാൽ ധാരാളമാണ്, അത് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലനും ആ കാര്യത്തിൽ ആശ്വസിക്കുകയും അവൻ വളരെ ധൈര്യത്തോടുകൂടെ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ കഷ്ടമനുഭവിപ്പാനായിട്ട് അവൻ യാതൊരു വൈമുഖ്യവും കാണിക്കാതെ കർത്താവിനെ സേവിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഈ കഷ്ടത ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം പോകേണ്ടിയിരിക്കുന്നു. മാനവചരിത്രത്തിന്റെ ആരംഭത്തിൽ സംഭവിച്ച പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ് ഈ കഷ്ടതയുടെ ആരംഭം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദാം ഹവ്വമാര് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തേജസ്സിനാൽ ചുറ്റപ്പെട്ടവരായി ദൈവിക സമ്പർക്കം അനുഭവിച്ച് ആ ദൈവിക സംസർഗത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ അവരെ സാത്താൻ വഞ്ചിക്കുകയും ആ സാത്താന്റെ പ്രലോഭനത്തിൽ അവർ വീണുപോകുകയും അങ്ങനെ പാപം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി അവർക്ക് എന്താണ് സംഭവിച്ചത്, അത് മുഖാന്തരം എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1, ഭൂമി ശപിക്കപ്പെട്ടുപോയി. ഈ ഭൂമിയിൽ മുള്ളും പറക്കാരയും മാത്രം മുളയ്ക്കുന്ന, അഥവാ മുള്ളും പറക്കാരയും നാം ചെയ്യുന്ന കൃഷിയോടുകൂടെ വളരുവാൻ, അങ്ങനെ നമ്മുടെ കൃഷിയുടെ യഥാർത്ഥമായ ഫലം ലഭിക്കാതിരിക്കുവാനായിട്ടുള്ള ശാപകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാനിടയായി തീർന്നു. ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കണം എന്നുള്ള ശാപം ആദാമിന് ലഭിച്ചു. അപ്പോൾ വളരെ കഷ്ടതയോടുകൂടെ ഓരോ ദിവസത്തെ അവരുടെ ജീവിതവും തള്ളിവിടുവാൻ, ഉപജീവന മാർഗം തള്ളിവിടുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്നും ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. നാം ഒന്ന് കരപറ്റുവാൻ, നമ്മുടെ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കപ്പെടുവാൻ എന്തുമാത്രം ത്യാഗമാണ് നാം സഹിക്കുന്നത്. നാം വായിക്കുന്ന വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കുന്നു, നിന്റെ മുഖത്തെ വിയർപ്പൊഴുകി അധ്വാനിച്ചാൽ തന്നെ ആ അധ്വാനത്തിന് തക്ക ഫലം കിട്ടാതെ വന്യമൃഗങ്ങൾ വന്നും മറ്റ് വന്യജീവികൾ വന്നും ആ കൃഷിയെല്ലാം നശിപ്പിച്ചു കളയുന്ന ദാരുണമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് വന്നു ചേരുവാൻ ഇടയായി. കേവലം സസ്യങ്ങൾ മാത്രം ആഹാരമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അവസാനമായിട്ട് അവര് സംഭവിച്ചത് നീ പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചേരും. ഇത്രയും ശാപകരമായിരിക്കുന്ന അനുഭവമാണ് ആദാം പാപം ചെയ്തപ്പോൾ ഉണ്ടായത്. അഥവാ അവന്റെ കഷ്ടതയുടെ പട്ടികയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, വേദനയോടെ നീ മക്കളെ പ്രസവിക്കും, ഭർത്താവ് നിന്നെ ഭരിക്കും. അവര് സമത്വമുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു വന്നവരാണ്. എന്നാൽ ഇവിടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. സ്ത്രീയെക്കുറിച്ച് പറയുന്ന നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഭരിക്കുവാൻ ഉള്ള ആഗ്രഹം അവൾക്കുണ്ടാകും, പക്ഷേ നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും എന്നാണ് കർത്താവ് ദൈവം അവരോട് കൽപ്പിച്ചത്. ആ നിലയിൽ വലിയ കഷ്ടതകൾ ഉണ്ടാകുവാൻ കാരണമായി. അത് ആദം ഹവ്വമാർക്ക് മാത്രമല്ല, തന്റെ സന്താന പരമ്പരകൾക്കെല്ലാം ഇന്നയോളം അല്ല, കർത്താവ് വരുന്നതുവരെയും അല്ല, ഈ ലോകത്തിന്റെ ഒരു വ്യവസ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെയും, തന്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതുവരെയും
ഈ ശാപകരമായിരിക്കുന്ന അനുഭവം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ കഷ്ടതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിനെ സംബന്ധിച്ച് 4 കാരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടതകൾ ഇന്ന് ദൈവം അനുവദിക്കുന്നത്? ഒന്നാമത്തേത്, പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വലുതാണ്. ഈ പരിശോധന എന്ന് പറയുന്നത് ദൈവം അവനെ പരിശോധിക്കുന്നതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാത്താനാണ് അഥവാ പിശാചാണ് ദൈവ മക്കളെ പരീക്ഷിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്ന, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. എന്നാൽ സാത്താന്റെ പരീക്ഷണത്തിന് നാം വിധേയരായിത്തീരുവാൻ ദൈവത്തിന്റെ അനുവാദം ആവശ്യമാണ്. സാത്താൻ ദൈവത്തിന്റെ അനുവാദം വാങ്ങിയിട്ടാണ് നമ്മെ പരിശോധിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ദൈവം അത് അനുവദിച്ചെന്ന് വരാം. ആ നിലയിൽ വലിയ പരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് വലിയ വേദനയും പ്രയാസവും ഉളവാക്കുന്നതായിരിക്കും. നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഇയ്യോബിന്റെ ചരിത്രം. ഇയ്യോബിന്റെ ജീവിതത്തിൽ സ്പർശിക്കുവാൻ ദൈവം പിശാചിനെ അനുവദിച്ചു. അവനുണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. അവസാനമായിട്ട് അവന്റെ 10 മക്കളും നഷ്ടമായി ഒരേ ദിവസം. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെട്ടു. തന്റെ ശരീരം രോഗാതുരമായി തീർന്നു. വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. താൻ പറഞ്ഞ ഒരു വാക്ക് നമുക്ക് വളരെ ചിന്തനീയമാണ്. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ ഭക്തൻ, അവൻ വലിയ നീറുന്ന ശോധനയിൽ, ആ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ അവന് പറയാനുണ്ടായിരുന്നത്, യഹോവയുടേതാണ് എല്ലാം, എനിക്ക് തന്നതെല്ലാം യഹോവയാണ്, അവനതെടുത്തു, അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവജനമേ, നമുക്ക് ഈ മനോഭാവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകാം, പ്രയാസമുണ്ടാകാം, വൈഷമ്യങ്ങൾ നേരിടാം, പരിശോധനകൾ നേരിടാം. അപ്പോൾ നമ്മുടെ ഹൃദയം വ്യസനിച്ചു പോകാതെ, വ്യാകുലപ്പെട്ടു പോകുവാൻ ഇടയാകാതെ നമ്മുടെ കർത്താവിൽ നമുക്ക് ശരണപ്പെടുകയും കർത്താവിന് മഹത്വമായി നമുക്ക് നേരിടുന്ന എല്ലാ കാര്യങ്ങളും തീരുവാൻ ഇടയാകുകയും ചെയ്യുന്നതിന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുക എത്രയേ വേണ്ടത്. ക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായി തീരുന്നു. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ ദൈവജനം എത്ര വലിയ പീഡനത്തിലൂടെയാണ് കടന്നുപോയത്, എത്ര വലിയ സങ്കടം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വലിയ വേദനയിൽ അവർ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിലനിന്നു. അവരൊരിക്കലും ക്ഷീണിച്ചു പോയില്ല, വ്യതിചലിച്ചു പോയില്ല. അവർ വളരെ ധൈര്യത്തോടുകൂടെ നിന്നു. ഒരു ദേവദാസൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ താമസിപ്പിക്കുന്നത്, എന്നെ പെട്ടെന്ന് അങ്ങ് കൊന്നോളൂ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്റെ മേൽ നിവർത്തിച്ചോളൂ എന്നാണ്. അത്ര ആഗ്രഹത്തോടുകൂടെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു അവർ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു കഷ്ടം സഹിക്കുവാൻ, ഒരു അപമാനം സഹിക്കുവാൻ, ഒരു നിന്ദ സഹിക്കുവാൻ നാം തയ്യാറാണോ? നമ്മെ നിന്ദിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മെ പരിഹസിക്കുന്നവർ, നമ്മെ ഉപദ്രവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്കും കോടതികളിലേക്കും ഓടുകയില്ലേ? നോക്കുക, ദൈവജനം അനുഭവിച്ച കഷ്ടങ്ങൾ എത്ര വലുതാണ്. കർത്താവിന്റെ നാമനിമിത്തം കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകാതെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാകണം. ഈ നാമം ധരിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത് എന്ന ശ്രേഷ്ഠമായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മൂന്നാമത്തെ കാര്യം, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ്, ബാലശിക്ഷയാണ്.
നമ്മുടെ കർത്താവ് നമുക്ക് ബാലശിക്ഷ നൽകുന്നു. അവിടെ നാം വായിക്കുന്നത്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങളെ അപ്പൻ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം മക്കളല്ല എന്നാണ് അർത്ഥം. നിങ്ങൾ കവരുടയന്മാരാണ്, അഥവാ വ്യഭിചാര സന്തതിയാണ് എന്നാണ് അവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പൻ മക്കളുള്ള ബന്ധത്തിൽ മക്കൾ നല്ല നിലവാരത്തിലേക്ക് വരുന്നതിന്, സൽസ്വഭാവികളായി തീരുന്നതിന് അവിടെ ബാലശിക്ഷ കഴിക്കും, ദൈവം ശിക്ഷിക്കും. താൻ സ്നേഹിക്കുന്നവരെ അടിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അടിച്ചാൽ ബാലൻ, വടികൊണ്ടടിച്ചാൽ ബാലൻ ചത്തുപോകയില്ല എന്ന് നാം സദൃശവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാലശിക്ഷയുണ്ട്. എന്താ ബാലശിക്ഷ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ അത് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അവർ അനേകരും ബലഹീനരാകും, അനേകർ രോഗികളാകും, അനേകർ നിദ്ര കൊള്ളുവാനിടയാകും. അതാണ് ബാലശിക്ഷ. ദൈവത്തിന്റെ ബാലശിക്ഷ ഉള്ളത് ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുവാൻ ഇടയാകുന്നത് വരെയാകാം. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. എല്ലാ രോഗങ്ങളും കർത്താവിന്റെ ബാലശിക്ഷയാണെന്ന് വരുന്നില്ല. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് നാം രോഗം ഉണ്ടാകും. നാം നേരത്തെ ചിന്തിച്ചു, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പരിശോധനകൾ ഉണ്ടാകുമ്പോൾ ബലഹീനതയും വൈഷമ്യങ്ങളും ഒക്കെ നമുക്ക് നേരിടാം. പക്ഷേ ഈ ബാലശിക്ഷയുടെ ഭാഗമായി നമുക്ക് രോഗങ്ങൾ വരും, ബലഹീനതയുണ്ടാകും, നമുക്ക് മരണം സംഭവിച്ചെന്ന് വരാം. നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, സഹോദരൻ മരണത്തിനായുള്ള പാപം ചെയ്യുന്നത് കണ്ടാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മരണത്തിനായുള്ള പാപമുണ്ട്. അപ്പോൾ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടത്തക്ക നിലയിൽ പാപം ചെയ്യുകയും അതിന് മാനസാന്തരപ്പെടാതെ അതിനെ വീണ്ടും വീണ്ടും ചെയ്യുന്നവരായി തീർന്നാൽ അത് മരണത്തിനുള്ള പാപമാണ്. ആ പാപം ചെയ്യുന്നവർ, ആ പാപത്തിൽ ജീവിക്കുന്നവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയാകും. അതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. 4-മതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ, ഞാൻ കഷ്ടം അനുഭവിക്കുന്നത് എൻ്റെ കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയാണ്. അവൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ ബാക്കിയായത് ഞാൻ പൂരിപ്പിക്കുകയാണ്. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കർത്താവ് കഷ്ടം അനുഭവിച്ചത് പോരാതെ പോയി എന്നല്ല അതിന്റെ അർത്ഥം. ആ കഷ്ടാനുഭവങ്ങൾ തികച്ചുമായില്ല എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്? കർത്താവിന്റെ ശരീരമായ സഭ ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന കർത്താവിന്റെ ശരീരം ഏൽക്കുന്ന പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, ദൈവസഭ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെല്ലാം കർത്താവിന് നേരിട്ട് അനുഭവമാണ്. അവൻ അത് അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുന്ന ആ ദാരുണമായിരിക്കുന്ന അനുഭവം അത് കർത്താവിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിന് ആവശ്യമായി എന്നല്ല, മതിയായതല്ലാത്തത് കൊണ്ട് അത് പൂരിപ്പിക്കുകയല്ല. പിന്നെയോ ആ ശരീരമായ സഭ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ ധാരാളം പ്രതിഫലം പ്രാപിക്കത്തക്ക നിലയിൽ അവന് കഷ്ടതയിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായി തീരുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി. അവനതിൽ സന്തോഷിക്കുകയായിരുന്നു, അവനതിൽ സംതൃപ്തിയുള്ളവനായിരുന്നു. നമ്മുടെ കഷ്ടതകളിൽ നാം ശക്തി പ്രാപിക്കുവാൻ, കഷ്ടതകളിൽ നാം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം. കർത്താവിനെ മഹത്വപ്പെടുത്താം. കഷ്ടങ്ങൾ വരുമ്പോൾ നാം ഭ്രമിച്ചു പോകാതെ കർത്താവിൽ ശരണപ്പെട്ട കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകാം. ദൈവം അതിനുള്ള വലിയ കൃപ നമുക്ക് തരും. ആ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. അഖിലാണ്ടത്തിന്റെ മുഴുവൻ നായകനും അഖില ഗുണത്തിന്റെ ഉടയവനുമായ പരമേശൻ അഖിലേശ നന്ദനൻ തന്റെ കാഹളത്തോടും ദൂതസംഘത്തോടും കൂടെ സൂര്യപ്രഭ പോലെ വെളിപ്പെട്ടു വരുന്നു എന്ന്, അതിന് അവന് വന്ദനം ചെയ്യുന്നു എന്ന മനോഹരമായ ഒരു ക്ലാസിക് ഗാനം ന്യൂ ജേഴ്സിയിൽ നിന്ന് സഹോദരൻ ജോൺസ് തമ്പാൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഗാനാലപനത്തിനായി സഹോദരനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് ഇഹലോകമതിൽ മനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലനു ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് കാഹളങ്ങൾ ധ്വനിച്ചിടവേ മേഘാഗ്നി ജ്വലിച്ചിടവേ വേഗമൊടു ദൂതഗണം പാഞ്ഞു വരവേ കാഹളങ്ങൾ ധ്വനിച്ചിടവേ മേഘാഗ്നി ജ്വലിച്ചിടവേ വേഗമൊടു ദൂതഗണം പാഞ്ഞു വരവേ ലോകാവസാനമതിൽ മേഘങ്ങളിൽ കോടി സൂര്യനെ പോലെ വരും മനുവേലനു സൂര്യനെ പോലെ വരും മനുവേലനു അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് പരമസുതരായോർക്കു പാരിടമടക്കിയും പരമസാലേ പുരി പാരിതിലിറക്കിയും പരമസുതരായോർക്കു പാരിടമടക്കിയും പരമസാലേ പുരി പാരിതിലിറക്കിയും പരമസന്തോഷങ്ങൾ പാരിതിൽ വരുത്തിയും പരിചോടു വാഴുന്ന മനുവേലനു പരിചോടു വാഴുന്ന മനുവേലനു അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് ഇഹലോകമതിൽ മനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലനു ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് ഇഹലോകമതിൽ മനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലനു ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് നമുക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ സകല അധികാരവും ലഭിച്ചവനാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ലഭിച്ച നമ്മുടെ കർത്താവിനെ വാഴ്ത്തിപ്പാടുവാനുള്ള വലിയ കൃപ ലഭിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും വലിയവനായ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി പാടുവാൻ ഉള്ള വലിയ കൃപകൾ, അവസരങ്ങളൊക്കെ നൽകി പ്രിയ സഹോദരനെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും? 116 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതാണ്. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവന് സ്തോത്രം ചെയ്യും. മറ്റൊന്നും പകരമായി നൽകുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ആ ജീവനാഥനെ ഒരിക്കലും മറക്കയില്ല എന്ന് നന്ദിയോടുകൂടെ പ്രിയ സഹോദരൻ പ്രമോദ് എസ് ജോൺ ദോഹയിൽ നിന്നും പാടുന്നു. പ്രിയ സഹോദരനെ
ആ ഗാനം ആലപിക്കുവാനായി ആദരവോടെ ക്ഷണിക്കുന്നു. മറക്കുവാൻ ഒരിക്കലും കഴിയില്ല എനിക്ക്. നമുക്ക് ശ്രദ്ധിക്കാം. മറക്കുവാനൊരിക്കലും കഴിയില്ലെനിക്ക് എൻ ജീവനാഥനെ. പകരമായി എന്തു നൽകിയിടുവാൻ കഴിയും തന്നുപകാരങ്ങൾക്കാ. രക്ഷയിൻ പാനപാത്രം എടുത്തു തൻ നാമം വാഴ്ത്തും ഞാൻ. പറഞ്ഞു തീരാത്ത തൻ നന്മകൾക്കായി സ്തോത്രങ്ങൾ അർപ്പിക്കും ഞാൻ. പറഞ്ഞു തീരാത്ത തൻ നന്മകൾക്കായി സ്തോത്രങ്ങൾ അർപ്പിക്കും ഞാൻ. മറക്കുവാനൊരിക്കലും കഴിയില്ലെനിക്ക് എൻ ജീവനാഥനെ. തീക്കല്ലിനെ ഒരു നീരുറവാക്കി തൻ്റെ മക്കൾക്കു വേണ്ടി. തീക്കല്ലിനെ ഒരു നീരുറവാക്കി തൻ്റെ മക്കൾക്കു വേണ്ടി. വരണ്ട നീലങ്ങൾ തടാകമായി മാറ്റിയ നാഥ നിനക്കു സ്തോത്രം. വരണ്ട നീലങ്ങൾ തടാകമായി മാറ്റിയ നാഥ നിനക്കു സ്തോത്രം. മറക്കുവാനൊരിക്കലും കഴിയില്ലെനിക്ക് എൻ ജീവനാഥനെ. പകരമായി എന്തു നൽകിയിടുവാൻ കഴിയും തന്നുപകാരങ്ങൾക്കാ. കാർമുകിൽ മൂടിയിരുണ്ട എൻ മനസ്സിന് വേദന അടുത്തറിഞ്ഞു. കാർമുകിൽ മൂടിയിരുണ്ട എൻ മനസ്സിന് വേദന അടുത്തറിഞ്ഞു. വെൺമുകിലായി മാറ്റി സാന്ത്വനമേകിയ നാഥ നിനക്കു സ്തോത്രം. വെൺമുകിലായി മാറ്റി സാന്ത്വനമേകിയ നാഥ നിനക്കു സ്തോത്രം. മറക്കുവാനൊരിക്കലും കഴിയില്ലെനിക്ക് എൻ ജീവനാഥനെ. പകരമായി എന്തു നൽകിയിടുവാൻ കഴിയും തന്നുപകാരങ്ങൾക്കാ. രക്ഷയിൻ പാനപാത്രം എടുത്തു തൻ നാമം വാഴ്ത്തും ഞാൻ. പറഞ്ഞു തീ
തീരാത്ത തൻ നന്മകൾക്കായി സ്തോത്രങ്ങൾ അർപ്പിക്കും ഞാൻ. പറഞ്ഞു തീരാത്ത തൻ നന്മകൾക്കായി സ്തോത്രങ്ങൾ അർപ്പിക്കും ഞാൻ. മറക്കുവാൻ ഒരിക്കലും കഴിയില്ലെനിക്ക് എൻ ജീവനാഥനേ. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുന്ന ആ കർത്താവിനെ നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ മനോഹരമായ ഗാനം നന്നായി പാടുവാൻ പ്രിയ സഹോദരന് ദൈവം കൃപ നൽകി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും കർത്താവ് ധാരാളമായി ദൈവകൃപ നൽകി പ്രിയ സഹോദരനെ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നിലനിർത്തട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടന്നു. അതുപോലെ യോന ആഴത്തിന്റെ അടിയിലേക്ക്, അഗാധതയിലേക്ക് വീഴ്ത്തപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള നീറുന്ന സമയങ്ങളിൽ ആ നിലയിലുള്ള അനുഭവങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ സ്വന്തമായി, നമുക്ക് പക്ഷമായി അരികത്ത് വന്ന് നമ്മെ സഹായിക്കുന്നവൻ, ചതഞ്ഞ ഓട ഒടിച്ചു കളയാതെ, പുകയുന്ന തിരി കെടുത്തിക്കളയാതെ നമ്മെ നിലനിർത്തുന്ന നല്ല കർത്താവ്. ആ കർത്താവിനെ കുറിച്ച് മനോഹരമായി ന്യൂയോർക്കിൽ നിന്നും സഹോദരൻ റോയ് ഫിലിപ്പും സഹോദരി അനുക്ഷയും ചേർന്ന് ഇപ്പോൾ നമുക്കായി ആലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗാന ആലപനത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം.
സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചതഞ്ഞ ഓടയൊഴിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയും കീഴിലും സാന്നിധ്യമരുളും നാഥനേ നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചതഞ്ഞ ഓട ഒടിക്കാതെ പുകയുന്ന തിരി കെടുത്തിക്കളയാതെ നമ്മെ നിലനിർത്തിയിരിക്കുന്ന വലിയവനായ കർത്താവിന് സ്തോത്രം. അവൻ നമ്മുടെ സ്വന്തമാണ്. ആ സ്വന്തമായ നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ മനോഹരമായി പ്രിയ സഹോദരൻ റോയ്ക്കും അനിറ്റയ്ക്കും ഈ ഗാനം ആലപിക്കുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. വരുന്ന നാളുകളിലും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുവാൻ കർത്താവ് അവരെ എടുത്തുപയോഗിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ശുഭനാദം എന്ന ഈ പരിപാടിയുടെ അവസാനത്തെ ഗാനമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് സഹോദരൻ റൂബിൽ ജോബിയാണ് ആ തമിഴ് ഗാനം ആലപിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ആ ഗാനം ശ്രമിക്കാം. കൂടാരവാസികളാണ് ദൈവജനം. അവരോടുകൂടെ ദൈവിക സാന്നിധ്യമുണ്ട്. അതിനാൽ മനം കലങ്ങി ക്ഷീണിക്കേണ്ട. നമ്മൾ പാർക്കുന്ന ഈ ലോകമാം ഭവനം മണലിന്മേൽ നിൽക്കുന്നതാണ്. അത് ഇളകിപ്പോകുന്നു. എന്നാൽ കർത്താവിന്റെ കാറ്റ് അടിക്കുമ്പോൾ അത് ഇളകിപ്പോകുവാനിടയായിത്തീരും. എങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ ഭവനം പണിതിരിക്കുന്നത് കൊണ്ട് നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. നമുക്ക് നാശം ഭവിക്കയില്ല. ഉയരത്തിലുള്ളത്, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ എന്ന് നാം കൊലോസ്യർ 3:1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിൽ അതുപോലെ നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്ന ഈ ഗാനത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ നിലയിൽ ഉയരത്തിലെ ചിന്തകളോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം അടങ്ങുന്ന ഈ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി പ്രിയ സഹോദരി റൂബിൾ ജോബി ചെന്നൈയിൽ നിന്നും ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ ആദരപൂർവം ഗാനാലാപത്തിനായി ക്ഷണിക്കുന്നു. Praise the Lord.
நித்தியர் இருக்கையில் நீ கலங்குகிறாய். கடந்திடும் காலம் கலந்திடும் வேஷம் நீ பதறுகிறாய். கூடாரவாசி நித்தியர் இருக்கையில் நீ கலங்குகிறாய். கடந்திடும் காலம் கலந்திடும் வேஷம் நீ பதறுகிறாய். நீ மேலானவைகளை தேடு, நித்தியர் இயேசுவை நாடு. நீ மேலானவைகளை தேடு, நித்தியர் இயேசுவை நாடு. நீ வாழும் வாழ்க்கை மணல் வீடுதானே, புயல் வந்தால் சரிந்திடுமே. நீ வாழும் வாழ்க்கை மணல் வீடுதானே, புயல் வந்தால் சரிந்திடுமே. நிலையான நகரம் நமக்கெங்க இல்லை, நித்திய வாழ்வில் தானே. நிலையான நகரம் நமக்கெங்க இல்லை, நித்திய வாழ்வில் தானே. நீ மேலானவைகளை தேடு, நித்தியர் இயேசுவை நாடு. நீ மேலானவைகளை தேடு, நித்தியர் இயேசுவை நாடு. செல்வம் சுகமோடும் பேர்புகழோடும் சுகித்து நீ வாழ்கிறாயோ. செல்வம் சுகமோடும் பேர்புகழோடும் சுகித்து நீ வாழ்கிறாயோ. சந்தேகமில்லை, மரணம் ஒரு நாள் உன்னையும் சந்திக்குமே. சந்தேகமில்லை, மரணம் ஒரு நாள் உன்னையும் சந்திக்குமே. நீ மேலானவைகளை தேடு, நித்திய இயேசுவை நாடு. நீ மேலானவைகளை தேடு, நித்திய இயேசுவை நாடு. கூடாரவாசியே நித்தியர் இருக்கையில் நீ கலங்குகிறாய். கடந்திடும் காலம் கலந்திடும் வேஷம் நீ பதறுகிறாய். ആമേൻ. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ കരുതുന്ന ആ വലിയ വിധം നമുക്ക് ഒന്നുകിൽ മരണം നേരിടാം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. ഇത് രണ്ടിനാലും നമുക്ക് സന്ദേഹം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, ഞാൻ പോയതുപോലെ വരും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി, ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതിലേക്കൊക്കെ നമ്മുടെ ചിന്തകളെ
വിടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഗാനമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായി ആ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരിയെ കർത്താവ് സഹായിച്ചു. പ്രിയ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും അനവധി ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവജനത്തിന് ആശ്വാസവും പ്രയോജനകരവുമായി തീരുന്നതിന് കർത്താവ് വലിയ കൃപ നൽകി സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് മനോഹരമായ 10 പാട്ടുകൾ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. 12 ദൈവ മക്കൾ ആ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും തുടർന്ന് അല്പസമയം കൂടെ നാം ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. നന്ദിയുടെ ചില വാചകങ്ങൾ പറയുവാനായിട്ട് പ്രിയ സഹോദരൻ ജോൺ ചെറിയാനെ അവരുടെ ഞാൻ ഇത്തരണത്തിൽ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരൻ ജോൺ ചെറിയാൻ നമ്മോട് നന്ദിയുടെ ചില വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്തരണത്തിൽ ദൈവത്തിന് കർത്താവായ നമ്മുടെ രക്ഷിതാവിനെ പാടി സ്തുതിക്കുവാനും എല്ലാം ദൈവം ഒരു അവസരം കൂടെ തന്നു. അതിനാ കർത്താവിന് ആ സ്തോത്രം. ടെക്നിക്കലായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് നേരിട്ടെങ്കിലും സുഗമമായി അത് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടവരുത്തി. അതിന് ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വ്യക്തിപരമായ എല്ലാ കുറവുകളും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പേര് പോലെ ശുഭനാദം അത് ഭംഗിയായിട്ട് കഴിക്കുവാൻ ദൈവം ഇടവന്നു. ഇതിന്റെ വെൽക്കം അതുപോലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സഹോദരൻ റിജോയ് ജോണിന് വേണ്ടി ദൈവനാമത്തിൽ നന്ദി പറയുന്നു. താനും വളരെ ശരീരമായ ക്ഷീണങ്ങളും അതുപോലെ തന്നെ തനിക്ക് പല ശുശ്രൂഷകളിലും ബന്ധപ്പെട്ട് പല തിരക്കുകളുണ്ടെങ്കിലും ഈ ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ തന്നെ ദൈവം അനുവദിക്കുന്നു. താനും കണ്ണൂരിലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസിലെ താന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അനേക ആത്മാക്കൾ നേടുവാൻ അവിടെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് നമ്മളെ സഹായിച്ച പ്രിയ ജോർജ് പി തോമസ് അങ്കിള് USA എന്ന് സഹോദരനെ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇച്ചിരി അതിരാവിലെ ആയാലും രാവിലെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിച്ചു തരുവാൻ ദൈവം ഇടവരുത്തി ഞാൻ സ്തുതിക്കുന്നു. പാട്ടുപാടിയ നമുക്ക് പിന്നെ നന്ദി പറയേണ്ടത് ഇതിന്റെ ലീഡ് ചെയ്യുവാനും നരേഷൻ പറയുവാനും ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് പറയുവാനും ദൈവദാസൻ KM ജോണിനെ അനുവദിച്ചു. തളിപ്പറമ്പിലെ തന്റെ ശുശ്രൂഷ അനുഗ്രഹപൂർണമായി നടത്തുന്നു. താന് നല്ലൊരു ശുശ്രൂഷ രാവിലത്തെ ബൈബിൾ സ്റ്റഡി നാട്ടിലെ കഴിഞ്ഞാൽ 5:30 അത് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട്. വളരെ ബുക്കുകൾ, വളരെ വെളിപ്പാട് പുസ്തകം, അതുപോലെ തന്നെ എഫേഷ്യൻസ്, അങ്ങനെയുള്ള പല റോമർ ലേഖനം, അങ്ങനെ പല ബുക്കുകൾ പഠിച്ചു കഴിഞ്ഞു. വളരെ അനുഗ്രഹപൂർണമായ ഒരു ശുശ്രൂഷയാണ്. താന് ഒരു എഴുത്തുകാരനുമാണ്, അതുപോലെ തന്നെ നല്ല പ്രസംഗിയാണ്. അതെല്ലാം ദൈവം തന്നെ വളരെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരമായ ക്ഷീണമുണ്ടെങ്കിലും അതിൻ്റെ നടുവിലെല്ലാം സ്നേഹപൂർണ്ണം കടന്നു വന്ന് ഇത് ലീഡ് ചെയ്യാൻ തന്നെ ഇടവരുത്തി ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പാടിയ എല്ലാവരെയും ഞാൻ പാട്ട് പറയുന്നില്ല, ഓടിച്ചെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സജീവ് മാത്യു മെൽബേണിൽ നിന്ന് അത് നന്നായി പാടുവാൻ ദൈവം ഇടവരുത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് നന്ദി പറയുന്നു. അതുപോലെ സിസ്റ്റർ ലിൻഡ തോമസും താൻ വളരെ തിരക്കുള്ള സഹോദരിയാണ്. അതിന് നടുവിലെല്ലാം വന്ന് നമുക്ക് ദൈവത്തിന് വേണ്ടി ഒരു പാട്ട് പാടി ഇടവരുത്തി ദൈവനാമത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഫിലിപ്പ് ആൻഡ്രൂസ്, താനും ഡാലസിന്റെ പ്രദേശത്തെല്ലാം താൻ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ തിരക്കാണ്. എന്നാലും നമ്മുടെ അടുത്ത് വന്ന് ഒരു പാട്ട് പാടുവാൻ ദൈവം ഇടവരുത്തി ദൈവനാമത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഇവിടുന്ന് ജോയ്സൺ ബ്രദറും അതുപോലെ തന്നെ ബ്രദർ എബിൻ രാജ് ബ്രദറും ഒരു പാട്ട് പാടി അത് ഏറ്റവും മധുരമായി തീർക്കുവാൻ ദൈവം അനുവദിച്ചു. ദൈവനാമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബ്രദർ ജിജോ കുര്യൻ മാഞ്ചസ്റ്ററിൽ നിന്ന് പാടുവാൻ ദൈവം ഇടവരുത്തി ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബ്രദർ അലൻ തോമസ് കോട്ടയത്തു നിന്ന് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും താൻ ആ പാട്ട് നന്നായി പാടുവാൻ ദൈവം ഇടവരുത്തി തന്നെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ.
വീണ്ടും ശുശ്രൂഷ നന്നായി ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ പാടുവാൻ ദൈവം സഹായിച്ചത് ബ്രദർ ജോൺ തമ്പാനാണ്, ന്യൂജേഴ്സിയിൽ നിന്ന്. നന്നായി പാടുവാൻ താൻ ക്ലാസിക്കലായിട്ടാണ്, എന്നാലും അതെല്ലാം നന്നായി ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രിയ പ്രമോദ് എസ് ജോൺ ദോഹയിൽ നിന്ന് പാടുവാൻ ദൈവം ഇടവരുത്തി. ആ പാട്ടെല്ലാം അനുഗ്രഹപൂർണ്ണമായി തീർത്തു. അതുപോലെ ന്യൂയോർക്കിൽ നിന്ന് ബ്രദർ റോയും അതുപോലെ അനിതയും നല്ല രീതിയിൽ പാടുവാൻ ദൈവം ഇടവരുത്തി. ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സിസ്റ്റർ റൂബി ജോബി ചെന്നൈയിൽ തമിഴ് പാട്ട് പാടുവാൻ ഇടവരുത്തി. അങ്ങനെ എല്ലാ നിലയിലും തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും സൂമിൻ്റെ അതെല്ലാം ഭംഗിയായിട്ട് കഴിക്കുവാൻ ദൈവം ഇടവന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അത് പറയുകയാണ്. രാവിലെ ഈ നമ്പറിൽ തന്നെ നമുക്കൊരു ബൈബിൾ സ്റ്റഡി ഉണ്ട്. നാട്ടിലെ 6:30 മണിക്കാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ദേവദാസൻ KM ജോൺ ചെയ്യുന്നത്. അദ്ദേഹം അത് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം 5-ാം അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് വ്യാഴാഴ്ച രാവിലെ പ്രാർത്ഥനയുണ്ട്. എല്ലാ വിഷയങ്ങളും ഓർത്ത് 6:30 മണിക്ക് പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരം സിസ്റ്റേഴ്സ് മീറ്റിംഗ് 5:30 ഇന്ത്യൻ സമയമാണ്. അത് നന്നായി നടക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക സൗകര്യന്മാർ കടന്നു വന്ന് ആ ശുശ്രൂഷ അത് ഏറ്റവും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. ഫാമിലി ഗാദറിംഗ് ആണ്. അവസാനത്തെ ആഴ്ച ഇത്തരണത്തിൽ ഈ സംഗീത പ്രോഗ്രാമായി അത് നടത്തപ്പെടുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നു. അതുപോലെ പെർത്തിൻ്റെ ഭാഗത്തും ട്രാക്റ്റ് വിതരണം ഒക്കെ നടക്കുവാനൊക്കെ എടുത്തുന്നു. ആദ്യം ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം ചെറിയ റിലാക്സ് ആയിട്ടുണ്ട്. ദൈവകൃപയാൽ അത് ചെയ്യുവാൻ സഹായിക്കുന്നു. പേഴ്സണൽ ഇവാഞ്ചലിസവും അങ്ങനെ നടത്തുവാൻ ദൈവം ഇടവരുത്തുന്നു ഓർത്ത് സ്തുതിക്കുന്നു. വീണ്ടും ഇത്തരണത്തിൽ ദൈവനാമത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ എൻ്റെ പേഴ്സണൽ നന്ദിയും ദൈവനാമത്തിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇപ്പം ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പുന്നപ്രയിലെ ദേവദാസൻ പ്രിയ CD സെബാസ്റ്റ്യൻ നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സെബാസ്റ്റ്യൻ ബ്രദർ. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ചില വർഷങ്ങളായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ദൈവമക്കൾ ഒരുമിച്ച് വ്യത്യസ്തമായ നിലയിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇതുവരെ അനുവദിച്ചു. കർത്താവെ, നാളുകൾ കടന്നുപോയി. ധാരാളം പേര് ആത്മീയ ശുശ്രൂഷകളിൽ വ്യത്യസ്തമായ നിലയിൽ പങ്കെടുക്കുവാനും വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന്റെ സർവമഹത്വവും കരയേറ്റുവാനും അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും ഈ ശുശ്രൂഷകൾ മുഖാന്തരം ഇടയായതോർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന അനേക ദൈവമക്കൾക്ക് ആശ്വാസമായി, സഹായമായി, പ്രാർത്ഥനയുടെ പിൻബലത്തോടുകൂടെ ഈ നാളുകളിൽ ഈ ശുശ്രൂഷയെ മുൻപോട്ട് നയിക്കുന്നതോർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ആവശ്യങ്ങളിലിരുന്ന, പ്രയാസങ്ങളിലിരുന്ന അനേകർക്ക് പ്രാർത്ഥനയുടെ പിൻബലവും ദൈവജനത്തിന്റെ സ്നേഹവും സഹകരണവും ഒക്കെ ഇതിലൂടെ നടക്കുവാനിടയായതോർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഈ പ്രത്യേക പ്രോഗ്രാമിനെ ദൈവം അനുഗ്രഹിച്ചിതുവരെ തന്നു. ദൈവം കൊടുത്ത കഴിവുകൾ അത് ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുവാൻ തക്കോണം ഇന്നും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് സഹോദരി സഹോദരന്മാരെ മനസ്സോടുകൂടെ കൂട്ടിവരുത്തിയതോട് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കാണുന്നതും ആത്മീയ ഗീതങ്ങൾ കർത്താവിനെ കേൾക്കുന്നതും ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായി ഭവിക്കുന്നതോർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ശുഭനാഥം എന്ന പേരിൽ ഈ മാസം ഞങ്ങൾക്ക് ഈ നിലയിൽ ഈ പ്രോഗ്രാം നടത്തുവാനിടയായതോർത്ത് നന്ദി പറയുന്നു. അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന മക്കളെയും
ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, സിസ്റ്റത്തെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ചില തടസ്സങ്ങളുണ്ട് എങ്കിലും അത് കർത്താവെ കൂടുതൽ ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം ലീഡ് ചെയ്യുവാനും, കർത്താവെ കഷ്ടതയുടെയും പ്രയാസനും മധ്യത്തിലിരിക്കുന്നവർക്ക് കർത്താവ് പ്രത്യാശജനകമായ ആശ്വാസവചനങ്ങൾ കേൾക്കുവാനും ഇടയായി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനെ പ്രിയപ്പെട്ടവരെല്ലാം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്ന് പാടിയ ദൈവമക്കൾക്ക് അവർക്ക് വരുന്ന ആളുകൾ അധികമായി അനേക പ്ലാറ്റ്ഫോമുകളിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവകൃപ ലഭിക്കുവാൻ ഞങ്ങൾ അധികമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ നല്ല നിലയിൽ വിനിയോഗിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. തുടർന്ന് സഹായിക്കുമാറാകണം. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന അടുത്ത മാസം ഞങ്ങൾ കർത്താവെ ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ കർത്താവെ ആ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവെ ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. യേശു കർത്താവിന്റെ പരിനാമത്തിൽ വിനയമായി താഴ്മയായും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ട് തുറന്നു വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കൂട്ടായ്മയും കാവലും ഭരണവും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരോടുകൂടെയും പാടിയ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണം. ആമേൻ.